നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2ന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. നമ്മുടെ തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ ഭാഗമായിട്ട് ഞാൻ ഇതിന്റെ കോഴ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെയ്ഡ് കോഴ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു എന്ന് എല്ലാവരും പറഞ്ഞു. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്, നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരുപാട് പേര് പറഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ കുറെ നാളുകളായിട്ട് നീണ്ടു നിന്ന ഒരു കോഴ്സ് അങ്ങ് തീർന്നു. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്നും അത് നിങ്ങൾക്ക് ഗുണകരമായി എന്നറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ കീ നോക്കാം. ഇത് കോഡ് എ ആണേ. Question number 1. Which of the following amendment to the Constitution for the first time made it obligatory for the President to act on the advice of the Council of Ministers? Option B ആണ്. ഇത് ഫൈനൽ അല്ലല്ലോ, പ്രൊവിഷണൽ ആണ്. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. മാറിയും തിരിഞ്ഞൊക്കെ ചിലതൊക്കെ പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ ആൻസർ വായിക്കാതെ ആൻസർ അങ്ങ് പറയട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ ഡി. 5 ഓപ്ഷൻ ഡി. 6 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി കാനഡ. 7 ഓപ്ഷൻ എ. 8 ഓപ്ഷൻ ബി. 9 ഓപ്ഷൻ എ. 10 ഓപ്ഷൻ എ. 11 ഓപ്ഷൻ എ. 12 ഓപ്ഷൻ ബി ആണ്. 13 ഓപ്ഷൻ ബി. 14 ഓപ്ഷൻ സി. 15 ഓപ്ഷൻ ഡി. 16 ഓപ്ഷൻ ബി. 17 ഓപ്ഷൻ എ. 18 ഓപ്ഷൻ ബി. 19 ഓപ്ഷൻ സി. 20 ഓപ്ഷൻ എ. 21 തൊട്ട് നമുക്ക് പറയാം അല്ലെ. 21. Which of the following statement are correct about primary group? പ്രൈമറി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. ഓക്കെ, 1, 2, 3 ശരിയാണ്. ഇവിടെ കണ്ടോ, ഗ്രൂപ്പ് ഡു നോട്ട് പ്രൊവൈഡ് മച്ച് ഓഫ് അവർ ഏർലി ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഷ്യലൈസേഷൻ. ഡു നോട്ട് പ്രൊവൈഡ്, നമ്മുടെ ഏർലി സോഷ്യലൈസേഷൻ അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പ് ആയിട്ടുള്ള ഫാമിലി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 22ാമത്. എ ഗ്രൂപ്പ് ഓർ സോഷ്യൽ കാറ്റഗറി ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ യൂസസ് ടു ഹെൽപ്പ് ഡിഫൈൻ ബിലീഫ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ ആൻഡ് ടു ഗൈഡ് ബിഹേവിയർ ഈസ് കോൾഡ്. ഓപ്ഷൻ ഡി ആണ്. റഫറൻസ് ഗ്രൂപ്പ് ആണ്. ഏതാണ്? റഫറൻസ് ഗ്രൂപ്പ്. 23. ദ ടേം കോൺസാങ്വിനിറ്റി മീൻസ് എന്താണ്? ഓപ്ഷൻ സി, വൺ ബ്ലഡ് അല്ലെ, സഹോദരന്മാര് സഹോദരിമാര് അങ്ങനെ പറയുന്നതാണ്. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? Much of the activities of a modern society is carried out through large and formally organized group. Sociologists refers to this group as association. Association do not include such organization as government department and agencies, businesses and factories, labor union, school and college. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ആണ് കറക്റ്റ്. അടുത്തത്, മാരേജ് റൂൾ ദാറ്റ് പ്രൊഹിബിറ്റ് മാരേജ് വിത്തിൻ വൺസ് ഓൺ ഡിഫൈൻഡ് സോഷ്യൽ ഗ്രൂപ്പ് ഈസ് റെഫർ ടു as. മാരേജ് റൂൾ ദാറ്റ് പ്രൊഹിബിറ്റ് മാരേജ് വിത്തിൻ വൺസ് ഓൺ ഡിഫൈൻഡ് സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താ? ഓപ്ഷൻ ബി ആണ്. എക്സോഗമി, സെയിം ഗ്രൂപ്പിൽ നിന്നും പറ്റാത്തത്. മാച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പോളിയാൻഡ്രി, പോളിഗമി, പോളിഗൈനി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസെസ്റ്റ്, ടാബു ഇത് മാത്രമായിരിക്കും നമ്മൾ നോക്കിയിട്ടില്ല. ഈ 3 അറിയാമെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും ഇല്ലയോ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. 27. വിച്ച് കൺസെപ്റ്റ് റെഫേഴ്സ് ടു ദി practice of judging another culture by the standard of one's own culture, thus reinforce one's norms over others, is called option D ആണ്. ethnocentrism. അടുത്തത്, the master status is. a master status is എന്താണ്? ഓപ്ഷൻ സി ആണ്. a status that become more socially important than all other status. In which form of conflict resolution do parties agree to coexist by modifying their behavior to reduce tension without fully resolve ചെയ്യുന്നു? കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാതെ മോഡിഫൈ ചെയ്യുന്നു ബിഹേവിയറിനെ, ടെൻഷൻസ് ഒഴിവാക്കാൻ. അതിനെ വിളിക്കുന്ന പേര് ഏതാണെന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഏത് ഫോമാണ്? ഓപ്ഷൻ ഡി, അക്കോമഡേഷൻ അല്ലയോ? അക്കോമഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ മാറ്റുന്നില്ല, സോൾവ് ചെയ്യുന്നില്ല, പക്ഷെ മോഡിഫൈ ചെയ്ത് ബിഹേവിയർ എടുക്കുന്നു, എന്നിട്ട് മുന്നോട്ട് പോവുക. അടുത്തത് 30ാമത്തെ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ്. ഇതിനകത്ത് ഏതാണ് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ശരി എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് ശരി. അടുത്തത് 31. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇന്റേണൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ? സോഷ്യൽ കൺട്രോളിന്റെ ഇന്റേണൽ മീൻസ് താഴെ പറയുന്നതിന് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇംപ്രിസൺമെന്റ് ആണ്.
അടുത്തത് 32 society which is often recognized as a producer of social life as mass production technologies are used to manufacture vast amount of goods in the factories are referred as option D ആണ് industrial society. 33 which of the following statement താഴെ മെറ്റീരിയൽ കൾച്ചറിനെ പറ്റിയിട്ട് തന്നിട്ടുള്ളതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി എല്ലാം ശരി. 34 the conflict between cultural ideas and new pattern of behavior especially those that arise because of technological innovation. ഓപ്ഷൻ ബി ആണ് കൾച്ചർ ലാഗ് ആണ്. 35 ഇവിടെ താഴെ തന്നിരിക്കുന്ന കുറച്ച് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 36 the child assimilation of the basic elements of culture, language, norms, behavior and adoption of a culturally appropriate identity means എന്താണ്? പ്രൈമറി സോഷ്യലൈസേഷൻ അല്ലയോ? ബേസിക് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 37 a social arrangement pattern socially and historically which is rooted in an ideological framework that legitimate and justifies the subordination of a particular group of people is called option C social stratification. Who authored the book Post Industrial Society? ആരാ എഴുതിയത്? ഓപ്ഷൻ ഡി ആണ് ഡാനിയൽ ബെൽ ആണ് എഴുതിയത്. 39 a process through which a traditional or a pre-technological society passes as it is transformed into a society characterized by a machine technology, rational and secular attitude and highly differentiated social structure നെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ സി മോഡേണൈസേഷൻ. അടുത്തത് ഏതാണ് ഗ്ലോബലൈസേഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ഡി ആണ് 1, 2, 3 ശരിയാണ്. 41 a research design that has a control group in it is called a dash research design. ഓപ്ഷൻ ബി ആണ് experimental. 42 drawing conclusion without any bias and value judgment is called option A objectivity. 43 subjectivity in social research is താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ് 1, 2 ആണ് subjectivity in social research ശരി. അടുത്ത research undertaken for diagnosis of the problem and the solution for the same is called ഓപ്ഷൻ ബി ആണ് ആക്ഷൻ റിസർച്ച്. 45 ഡാഷ് ഈസ് എ ടെൻഡേറ്റീവ് പ്രപ്പോസിഷൻ സബ്ജക്ട് ടു ടെസ്റ്റ്. എന്താ ടെൻഡേറ്റീവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോത്തിസിസ് അല്ലയോ? ടെൻഡേറ്റീവ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോത്തിസിസ്. 46 in dash the sample population is divided into different strata and sample is taken from different strata is called 47 stratified sampling. അടുത്ത 47 what among the following is a quantitative tool? താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ്? ഇന്റർവ്യൂ ഷെഡ്യൂൾ ആണ്. 48 ഫൈൻഡ് ദ മോഡ് വാല്യൂ ഫ്രം ദ ബിലോ ഡേറ്റ. ഡയറക്റ്റ് ചോദ്യമായിരുന്നു. മോഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നടുക്കുള്ളതാണ് മോഡ്. ഓപ്ഷൻ സി ആണ്. 49 SPSS നമ്മൾ എന്താണ് വിളിക്കുന്നത്? SPSS എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്നാണ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. 50 ഡാഷ് ഈസ് ആൻ അപ്രോച്ച് ഫോർ എക്സ്പ്ലോറിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ മീനിങ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് അസ്ക്രൈബ് ടു എ സോഷ്യൽ ഓർ ഹ്യൂമൻ പ്രോബ്ലം ഈസ് കോൾഡ് ഓപ്ഷൻ എ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അടുത്തത് 51 a social problem is എന്തൊക്കെയാണ് വരുന്നത്? 1 widely regarded as undesirable and caused by actions or inactions of people or of society. 52 the national multidimensional poverty index measures simultaneous deprivation across 3 equally weighted dimensions of option D ആണ് health, education, standard of living. അടുത്തത് gender refers. ജെൻഡർ എന്തൊക്കെയാണ് ഈ താഴെ പറയുന്നതിനകത്ത് പറയുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോൾസ് ആണ്. ബിഹേവിയേഴ്സ് ആൻഡ് ഐഡന്റിഫൈ അസോസിയേറ്റഡ് വിത്ത് ബീയിങ് മെയിൽ ഓർ ഫീമെയിൽ. 54 കാസ്റ്റ് ഈസ് ആൻഡ് ഡാഷ് സ്റ്റാറ്റസ്. കാസ്റ്റ് എന്ത് സ്റ്റാറ്റസ് ആണ്? ഓപ്ഷൻ ബി അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. 55 ഡാഷ് വെയർ ഓൾസോ നോട്ടിഫൈഡ് ആസ് അനദർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ ഓൺ 27 January 2014. ഓപ്ഷൻ എ ആണ് ജെയിംസ്. 56 ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പാസ് ചെയ്ത വർഷം. ആ സിലബസിൽ തന്നെ ഉണ്ട് അല്ലയോ? ഓപ്ഷൻ എ ആണ് 2005. 57 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഗ്ലോബൽ വാർമിംഗ് ഈസ് കോൾഡ് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി എബോ. കാർബൺ, CO2, നൈട്രജൻ ഓക്സൈഡ്, മീഥൈൻ ഇതെല്ലാം ഉണ്ട്. 58 അക്കോർഡിംഗ് ടു ഡേറ്റ ഫ്രം ദ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഓഫ് കേരള 2023 ഏത് ഡിസ്ട്രിക്റ്റ് ആണ് ഹയസ്റ്റ് റേറ്റ് ഓഫ് സൂയിസൈഡ് റേറ്റ് വന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം. അടുത്ത വേർ ഈസ് ദ പ്രൈമറി ഗവൺമെന്റ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്റിംഗ് ലിക്കർ സെയിൽ ഇൻ കേരള? ഏതാ? എല്ലാവർക്കും അറിയാം അല്ലയോ? ആരാ റെഗുലേറ്റ് ചെയ്യുന്നത്? എക്സൈസിന്റെ ജോലിയാ ലിക്കർ. അടുത്ത ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇൻക്വയർ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ടു അലിഗേഷൻസ് ഓഫ് ഓപ്ഷൻ ബി ആണ് കറപ്ഷൻ എഗൻസ്റ്റ് പബ്ലിക് ഫംഗ്ഷണറീസ്. അത് റീഡ് ദി ഫോളോയിങ് അസേർഷൻസ്. എയും ബിയും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് 61 മുതൽ 67 വരെ നിങ്ങൾ
ആ രീതിയിൽ ആൻസർ ചെയ്യാനായിരുന്നു പറഞ്ഞത്. ഇതിന്റെ ആൻസേഴ്സ് മാത്രം പറയാം. 61 ഓപ്ഷൻ എ, 62 ഓപ്ഷൻ ഡി, 63 ഓപ്ഷൻ എ, 64 ഓപ്ഷൻ സി, 65 ഓപ്ഷൻ എ, 66 ഓപ്ഷൻ സി, 67 ഓപ്ഷൻ എ. 68 which of the following is not considered as a core value of social work according to National Association of Social Worker? ഇതല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. 68 ഓപ്ഷൻ ഡി ആണ്, അതോറിറ്റി. അടുത്തത് 69 the primary goal of social work according to International Federation of Social Workers IFSW. ഓപ്ഷൻ ബി ആണ്, പ്രൊമോട്ടിംഗ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ്. 70 which of the following is not a stage of Piaget theory of cognitive development? അത് എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. പ്രീ കോൺഷ്യസ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ, കോൺക്രീറ്റ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത് ഇത്ര അദ്ദേഹത്തിനകത്തുള്ളതാണ്. പ്രീ കോൺഷ്യസ് സ്റ്റേജ് ഇല്ല. 71 which of the following correctly represent the stages of social case work process? The context of problem solving are described. ആ സോഷ്യൽ കേസ് വർക്കിന്റെ ഓരോ സ്റ്റേജും കറക്റ്റ് ആയിട്ട് എഴുതണം പ്രോബ്ലം സോൾവിങ്ങിനകത്തെ. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലാരിഫൈങ് ദ ഫാക്ട്, തിങ്കിങ് ത്രൂ ദ ഫാക്ട്, മേക്കിംഗ് എ ചോയ്സ് ഓർ ഡിസിഷൻ, ഫോർട്ടിഫൈങ് ദ ക്ലയൻസ് ഈഗോ. 72 അക്കോർഡിംഗ് ടു Kohlberg theory of moral development, which stage is characterized by the idea that right behavior is defined by individual right and societal standard agreed upon by the society? Option C ആണ്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. 73 which of the following is a key activity during the engagement phase of the helping process? Option C ആണ് ആൻസർ, ബിൽഡിംഗ് റാപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ് വിത്ത് ദ ക്ലയന്റ്. ഓപ്ഷൻ സി. 74 which of the following best describe the focus of the existential model in case work practice? Option B, exploring issues of meaning, choice and personal responsibility. 75 the best correct sequence of the first phase of helping progress in social case work അല്ലെങ്കിൽ ഡയറക്റ്റ് സോഷ്യൽ വർക്ക്. ഓപ്ഷൻ എ, എക്സ്പ്ലോറേഷൻ, എൻഗേജ്മെന്റ്, അസസ്മെന്റ് ആൻഡ് പ്ലാനിംഗ്. അടുത്തത് 76 which of the following is not a concept of humanistic approach? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് സോഷ്യൽ കേസ് വർക്കിനകത്ത് കൺസെപ്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ട്രാൻസ്ഫറൻസ് ആണ്. ട്രാൻസ്ഫറൻസ് ശരിക്കും നമ്മുടെ സൈക്കോ അനലിറ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് ട്രാൻസ്ഫറൻസ്. ബാക്കി എമ്പതി വേണം, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് വേണം, ഒപ്റ്റിമിസം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോൾ റോജറിന്റെ. അപ്പം എനിക്ക് അയച്ചു തന്ന ആരോ ഒരാള് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ, അത് തെറ്റാണ്. 77 which of the following is a fundamental concept of general system theory? Option B ആണ്, holism. The problem solving approach in social case work was introduced by option B, Harris Perlman. 79 which approach to a social group work is most concerned with the use of structured interventions to change behavior? Option C ആണ്, therapeutic. 80 which of the following stage of a group development is characterized by cohesive teamwork? Option D, performing. In cases where members repeatedly cause disruption, which principle should guide the social worker intervention? Option D ആണ്, principle of controlled emotional involvement. 82 a core principle of program planning is progressive program experience. This principle suggests that option A ആണ്, program activity should increase in complexity as a group develop. 83 which of the following is a primary goal of using program media in social work? 83 ഓപ്ഷൻ സി ആണ് ആൻസർ. 84 വിച്ച് ഗ്രൂപ്പ് വർക്ക് മോഡൽ എംഫസൈസ് ദ യൂസ് ഓഫ് ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ടു എൻഹാൻസ് മെമ്പർ സോഷ്യൽ സ്കിൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റ്? ഓപ്ഷൻ സി, ഡെവലപ്മെന്റൽ ഗ്രൂപ്പ് മോഡൽ. 85 വാട്ട് ഈസ് ദ മോസ്റ്റ് എഫക്റ്റീവ് ക്വാളിറ്റി ഓഫ് ഗ്രൂപ്പ് വർക്ക് ഷുഡ് എക്സിബിറ്റ് വെൻ വർക്കിംഗ് വിത്ത് എ ന്യൂലി ഫോംഡ് ഗ്രൂപ്പ് ദാറ്റ് ലാക്ക് ട്രസ്റ്റ്? ഓപ്ഷൻ എ ആണ്, എമ്പതി. 86 ഹൗ ഡസ് ദ റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഡിഫർ in the locality development model versus social action model? Option B ആണ്. അടുത്ത 87 which of the following correctly sequence stages in community development process? Option C, entry, assessment, planning, mobilization, implementation. 88 in the sequence of steps in structural change model, which step follow after raising community awareness of structural inequality? Option C, building coalition. 89 which of the following method is most likely to promote innovation in group problem solving while maintaining a balance between conformity to norms and creativity? Option B ആണ്, devil's advocacy. 90 according to conflict transformation theory by John Paul Deder, the key focus of conflict resolution should be? Option D,
91 which of the following aspects is not typically considered part of social work administration role in policy formulation? Option A ആണ് implementing service delivery. 92 in social work administration the system approach proposed by Chester Bernard emphasize which of the following aspect? Option C ആണ്. അടുത്തത് which of the following principles of social work administration according to Gulick and Arvik's POS DCORB model relate to the delegation of tasks to specialists? Option D. In 94 social work administration, what is the major limitation of using Frederick Taylor's principle of scientific management in human service organization? Option C. 95 what is the primary tension between the principle of client empowerment and organization control in social work administration? Option A. 96 which principle of social work administration is mostly likely to conflict with the increasing demand for outcome based accountability? Option D. 97 which of the following is an organization barrier that prevent the state social welfare board from achieving optimal outcome? Option A. 98 how does the structure of Department of Social Justice and Empowerment facilitate the implementation of program for vulnerable group? Option C. 99 which of the following is a significant feature of 2015 amendment to the Juvenile Justice Act 2000? Option C. 100 which of the following is a significant feature of POCSO 2012 regarding the trial of offense? Option B. അപ്പം ഇത് ഫൈനൽ ആൻസർ കീ അല്ല, ചിലതൊക്കെ മാറ്റം വന്നേക്കാം, ഒരുപാട് മാറ്റം ഇല്ലെങ്കിലും ചിലതൊക്കെ മാറ്റം വന്നേക്കാം. അപ്പം എല്ലാവരും എത്ര മാർക്കൊക്കെ കിട്ടിയെന്ന് താഴെ ഒന്ന് കമന്റ് ഇടുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.